നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ ദിവസം എവിക്റ്റായി പോയ അപ്പാനി ശരത്തിനെയും ശൈത്യയും വെച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ ഒരു ഇന്റർവ്യൂ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ പലരും അത് കണ്ടിരിക്കാം. അവിടെയും ശൈത്യ ഈ പറയുന്ന പോലെ അനുമോളെ പുറകിൽ കുത്തുകയായിരുന്നു. അതുപോലെ തന്നെ താൻ പുറത്താകേണ്ട ഒരാളല്ലായിരുന്നു, തനിക്ക് കിട്ടിയിരുന്ന വോട്ടുകളൊക്കെ സ്പ്ലിറ്റ് ആയതുകൊണ്ടാണ് താൻ ഔട്ടായത് എന്നൊക്കെ അപ്പാനി ശരത്ത് അവിടെ പറയുന്നുണ്ട്. രണ്ടുപേരുടെയും ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ആങ്കറിനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ആങ്കർ നല്ല കുറിക്ക് കൊള്ളുന്ന പോലെ മറുപടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആങ്കർ ഇവരുടെ മാത്രമല്ല, അവിടുന്ന് എവിക്റ്റ് ആയിട്ട് വരുന്ന ഓരോരുത്തരോടും ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരുടെ ഫോൾട്ടുകൾ കൃത്യമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാകാതെ കുറച്ചു പേര് മറുപടി പറയാറുമുണ്ട്. അവരെല്ലാം എയറിലേക്ക് പോകാറുമുണ്ട്. അതുപോലെ എയറിലേക്ക് പോയ രണ്ട് വ്യക്തികളാണ് ഈ പറയുന്ന ശൈത്യയും അപ്പാനിയും. നിങ്ങളെല്ലാം അതിനെക്കുറിച്ചുള്ള പല ട്രോളുകളും കണ്ടിരിക്കാം ഇതിനിടയ്ക്ക്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ട്രോളുകളുണ്ട്. എന്തായാലും ഞാൻ അത് ഇവിടെ വെക്കാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യമായി ഞാൻ കാണിക്കുന്നത് അബു ട്രോൾസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്ന ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു ട്രോളാണ്. എന്തായാലും നമുക്ക് അത് കണ്ടു തന്നെ സംസാരിക്കാം. എന്തുകൊണ്ടായിരിക്കും എവിക്റ്റ് ആയത്? അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല ഞാൻ ഒരിക്കലും എവിക്റ്റ് ആയത്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ നമ്പർ ഓഫ് ആൾക്കാർ കൂടിയപ്പോൾ എന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോയി കാണാം എന്ന്. അതായിരിക്കും ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു. അല്ല, നമുക്ക് ഇങ്ങനെ പറയാലോ, നമ്മളെക്കാളും കുറച്ചും കൂടെ മേലെ പോയി മറ്റുള്ളവരുടെ പെർഫോമൻസ് അത് നീ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. അപ്പൊ അവിടെ പറയുന്നുണ്ട്, എന്റെ പെർഫോമൻസിന്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ ഔട്ടായത്. അവിടെ ഒരുപാട് പേര് ഇങ്ങനെ വന്നപ്പോൾ എന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയിരിക്കാന്ന് പറയുന്നത്. അപ്പോൾ ആങ്കർ അവിടെ കുറിക്ക് കൊള്ളുന്നത് പോലെ തന്നെ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ അല്ലല്ലോ, ഇപ്പോൾ നമ്മളെക്കാൾ മികച്ച കളിക്കാർ അവിടെ വന്നു, ഗെയിം തുടങ്ങിയപ്പോൾ നമ്മൾ അങ്ങനെ ഔട്ടായിരിക്കാമല്ലോ എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പാനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിച്ചെന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം അപ്പാനി എന്തുകൊണ്ടാണ് ഔട്ടായത് എന്നുള്ളത്. അപ്പാനി അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കി ഒരു ഗ്രൂപ്പ് ലീഡറായിട്ട് ഞങ്ങളാണ് അവിടുത്തെ വലിയ ഗെയിമർ എന്ന് പറഞ്ഞ് അക്ബറിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു അക്ബറും അപ്പാനിയും. അവരായിരുന്നു ഒരു ഗ്രൂപ്പ് ലീഡേഴ്സ്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പൊ പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരാളാണ് ശൈത്യം. ഞാൻ അതാണ് പറഞ്ഞത്, ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് തന്നെ എവിക്റ്റ് ആക്കുകയും ഒരുമിച്ച് തന്നെ അവരെ ഇരുത്തി ഇന്റർവ്യൂ എടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അതുപോലെ ആങ്കർ ഓരോരുത്തരെയും ഇങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി വരുന്ന ഓരോരുത്തരെയും ഇന്റർവ്യൂ ചെയ്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ രസമാണ്. എന്താ വെച്ചാൽ അവരോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഫോൾട്ടുകളൊക്കെ കൃത്യമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്ന മറുപടിക്ക് കുറിക്ക് കൊള്ളുന്ന പോലെ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പോഴും വന്നിരിക്കുന്ന ഇരിപ്പിൽ ഇപ്പോൾ വീട്ടിലൊക്കെ പോയിട്ട് മനസ്സിലായി കാണും എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷെ ആ ഒരു വന്ന വരവിലുള്ള ആ ഇന്റർവ്യൂ ആയതുകൊണ്ട് അപ്പാനിക്ക് ശൈത്യക്ക് എന്താണ് സംഭവിച്ചതെന്ന് യാതൊരു പിടുത്തവും ഇല്ലാതെയാണ് അവിടെ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കഷ്ടം, 1/2 കിലോ ബുദ്ധി പോലും ദൈവം കൊടുത്തില്ല. ഞാൻ ഇതുവരെയും സത്യം പറയുന്ന ഇതുവരെയും ഒരു തന്ത്രപൂർവ്വം പണി കൊടുത്ത് ആരെങ്കിലും ഔട്ടാക്കണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഒരിക്കലും അങ്ങനെ ഇപ്പോഴിറങ്ങേണ്ട ഒരാളല്ല ഞാൻ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ല. ഒരിക്കലും ഒരാൾക്ക് ഒരു പണി കൊടുത്തുകൊണ്ട് അവിടെ നിൽക്കണം എന്ന് വിചാരിച്ച ആളല്ല ഞാൻ, അല്ലെങ്കിൽ പുറത്താക്കണമെന്ന് വിചാരിച്ച ആളല്ല ഞാൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ ബാക്കിലോട്ടൊന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച് നോക്കിയാൽ ഈ 24/7 എപ്പിസോഡിലും അത് വന്നിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് കണ്ടവർക്കും മനസ്സിലാകും. അപ്പാനിയും അക്ബറും കൂടി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഷാനവാസിനെ ഏതെങ്കിലും രീതിയിൽ ഇവിടെ നിന്ന് പുറത്താക്കിയതിന് ശേഷം അവിടെ ഇരുന്നൊരു കപ്പ് ചായ കുടിക്കണം എന്ന് അക്ബർ പറയുമ്പോൾ അപ്പാനി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എനിക്ക് കാലിന്റെ മേളിൽ കാലിട്ടൊന്ന് ഇരിക്കണം ഈ ഷാനവാസ് വെളിയിലേക്ക് പോകുമ്പോൾ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവര് ഷാനവാസിനെ ഏതെങ്കിലും രീതിയിൽ ഷാനവാസിനെ പുറത്താക്കണമെന്ന് നല്ലപോലെ ഇരുന്ന് പ്ലാൻ ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്നത്. എന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ ഇവിടെ വന്നിരുന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കാണ് ഈ പിടിക്കാത്തത്. കൊണ്ട് പലരും പറയാറില്ല. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ ഒരു പോസിബിലിറ്റി ചോദിക്കട്ടെ. ആദ്യം അനുമോളുടെ PA എന്ന് പറഞ്ഞു എല്ലാരും, അത് കഴിഞ്ഞ് കട്ടപ്പ എന്ന് പറഞ്ഞു. ഈ ആയിരുന്നപ്പോ യു എസ് സേഫ്, കട്ടപ്പ ചെയ്യുമ്പോഴത്തേക്കും കട്ടപ്പുറത്തായി. കട്ടപ്പ എന്ന് പറയുന്നത് എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അനുമോളുടെ കൂടെ നിന്നപ്പോൾ നമ്മളൊക്കെ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, അനുമോൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ശൈത്യ അവിടെ നിന്നപ്പോൾ അനുമോൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന ഞാനും കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും ഞാൻ ഈ റീൽസ് ഒക്കെ നോക്കുമ്പോൾ ആ റീൽസിലൊക്കെ
ഈ അനുമോൾ ഫാൻസ് തന്നെ ഇട്ടിട്ടുണ്ട്, ശൈത്യയാണ് അനുമോളുടെ ഇപ്പോൾ ഒരു ബലമായി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവര് പല പ്രാവശ്യവും സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് പുറത്തായി എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അവിടെ ആങ്കർ പറയുന്നുണ്ട്. അനുമോളുടെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് നിന്നപ്പോൾ ശൈത്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ശൈത്യ വലിയ കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു സപ്പോർട്ടായിട്ട് അനുമോൾക്ക് അവിടെ ഉണ്ടായിരുന്ന ആളാണ്, അതുകൊണ്ട് അവിടെ നിന്നു. അതിനുശേഷം ഈ കട്ടപ്പയായി മാറിയതിന് ശേഷം കട്ടപ്പുറത്തായി എന്നാണ് ആൻകർ പറയുന്നത്. അതൊന്ന് ആക്കുകയാണ് ചെയ്യുന്നത്. അത് സത്യമായ കാര്യമാണ്. കട്ടപ്പ എങ്ങനെ ആയെന്നുള്ളതൊക്കെ നമ്മൾ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ശൈത്യ പറയുന്ന കാര്യം, കട്ടപ്പ എങ്ങനെയാണ് ഞാൻ കട്ടപ്പ ആയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ശൈത്യ അവിടെ പറയുന്നത്. ഇപ്പൊ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് കട്ടപ്പ ആയതെന്നുള്ളത്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതേ ഇന്റർവ്യൂവിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ കയറി കാണണം. ആ ഇന്റർവ്യൂവിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ വന്നിരുന്നും കട്ടപ്പ അനുമോളെ ശരിക്കും പുറകിൽ നിന്ന് കുത്തുന്നുണ്ട്. അതുപോലെ എയർപോർട്ടിൽ വന്നപ്പോഴും കട്ടപ്പ അനുമോളെ പുറകിൽ നിന്ന് കുത്തുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ശൈത്യ പറയുന്നത്, എനിക്ക് അനുമോളെ കുറിച്ച് ഒന്നും കേൾക്കണ്ട, എനിക്ക് അനുമോളെ കുറിച്ച് സംസാരിക്കാനേ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അത്രമാത്രം വെറുപ്പുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇപ്പൊ ഏകദേശമൊക്കെ മനസ്സിലായി കാണും രണ്ടുപേർക്കും വീട്ടിലൊക്കെ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ആക്ച്വലി ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുള്ളൂ. അവളുടെ അടുത്താണെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുള്ളൂ. ബട്ട് അവള് കുറച്ച് ഫേക്ക് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ മനസ്സിലാക്കി കളഞ്ഞല്ല. എനിക്കിതൊക്കെ കേൾക്കുമ്പോഴാണ് ഞാൻ അവിടെ ജെന്യൂൻ ആയിട്ട് നിന്നത്, പക്ഷെ അനുമോൾ അവിടെ ഫേക്ക് ആയിട്ടാണ് എൻ്റെ അടുത്ത് നിന്നതെന്ന്. നിങ്ങൾ ആരെങ്കിലും, നമ്മൾ ആരുടെ ഫാൻസും ആയിക്കോട്ടെ, ആരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, മനസാക്ഷിയെ തൊട്ട് നിങ്ങൾ പറയണം, അവിടെ ശൈത്യയാണോ അവിടെ ഫേക്ക് ആയിട്ട് നിന്നത് അതോ അനുമോളാണോ? ഞാൻ കണ്ടിടത്തോളം അവിടെ അനുമോള് ശൈത്യയോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. രഹസ്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ശൈത്യയെക്കുറിച്ച് ഞാൻ ഇതുവരെയും ആരോടും പോയിട്ട് അനുമോൾ കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷെ ശൈത്യ അങ്ങനെ അല്ലായിരുന്നു. അനുമോളുടെ കൂടെ ഇരുന്ന് അനുമോളെ ബൂസ്റ്റ് ചെയ്തിട്ട് അനുമോളുടെ കയ്യിൽ നിന്നുള്ളതെല്ലാം പിടിച്ചെടുത്തിട്ട് അത് നേരെ കൊണ്ട് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ലാലേട്ടന്റെ എപ്പിസോഡ് വരുമ്പം ശരിക്കും ശൈത്യ വിചാരിക്കുന്നത് അവിടെ വന്നു കഴിയും, ലാലേട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അനുമോള് പെട്ടു എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നേരെ മറുകണ്ഠം ചാടി പുറകിൽ നിന്ന് തന്നെ കുത്തുന്ന പോലെ, എന്ന് വെച്ചാൽ കൂടെ നിന്ന ആള് നിമിഷ നേരം കൊണ്ട് മറുകണ്ഠം ചാടി മറ്റുള്ളവരുടെ കൂടെ നിന്ന് അനുമോൾക്കെതിരെ സംസാരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ കാണുന്ന നമ്മളൊക്കെ 24/7 കണ്ട നമ്മളൊക്കെ പൊട്ടന്മാരാണോ എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിച്ചു പോകും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. എന്ന് വെച്ചാൽ അനുമോളാണ് അവിടെ എനിക്കെതിരെ കളിച്ചത്, അല്ലെങ്കിൽ എനിക്ക് ഫേക്കായിട്ട് തോന്നിയത്, ഞാൻ റിയൽ ആയിരുന്നു എന്നാണ് അവിടെ ആ ശൈത്യ പറയുന്നത്. ഞാനടക്കം നമ്മൾ എല്ലാവരും പ്രേക്ഷകനാണ്. അപ്പൊ നമ്മൾ ഒരാളെ വിലയിരുത്തുന്ന, ജഡ്ജ് ചെയ്യുന്ന അതൊക്കെ കാണുമ്പോഴാണല്ലോ ഇയാൾക്കൊരു നിലപാടില്ല എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുമല്ലോ. അവിടെ ഉള്ളിൽ പോയി കഴിഞ്ഞപ്പം എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ പുറത്തുള്ള ഒരാളല്ലായിരുന്നു അകത്ത്. അവിടെ ആങ്കർ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിലപാടില്ല. എന്താന്ന് വെച്ചാൽ ഒരു സമയത്ത് അനുമോളുടെ കൂടെ നിൽക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നേരെ പോയി അപ്പുറത്ത് പോയിട്ട് കട്ടപ്പയാവും. അതാണ് അതാണ് അവിടെ ആങ്കർ ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ നിലപാടില്ല, ഒരാളുടെ കൂടെ അല്ല നിൽക്കുന്നത്, പല ആൾക്കാരുടെ കൂടെ പോയി നിൽക്കുകയും നിലപാടില്ലാത്ത ഒരവസ്ഥ. ആ നിലപാടില്ലായ്മയെ എടുത്ത് കൃത്യമായിട്ട് അവിടെ ആങ്കർ കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ വെളിയിൽ ഇങ്ങനൊന്നും അല്ല, പക്ഷെ അകത്ത് പോയപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്നുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ജനങ്ങളായ നമ്മളെല്ലാം പൊട്ടന്മാരാണോ എന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിച്ചു പോകും. പക്ഷെ ഇവരെല്ലാരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെളിയിൽ ഞങ്ങൾ ഇങ്ങനല്ല, പക്ഷെ അകത്ത് ഞങ്ങൾ വേറെ ആയിരുന്നു. അപ്പൊ നിങ്ങൾ അകത്ത് കളിച്ചത് ഫേക്ക് ആയിട്ടാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരെല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, വെളിയിൽ ഞാൻ ഇങ്ങനെയല്ല, പക്ഷെ അകത്ത് പോയപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, അകത്ത് ഞാൻ വേറൊരു ക്യാരക്ടർ ആയിരുന്നു പറയുന്നത്. അപ്പൊ അകത്ത് നിങ്ങൾ കാണിച്ചത് ഫേക്ക് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. നിങ്ങൾ ഫേക്ക് ക്യാരക്ടർ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. ഇവരോടെല്ലാം ഇങ്ങനെ പറയുന്നവരോടൊക്കെ നമുക്ക് പറയേണ്ടി വരും, നിങ്ങളെല്ലാം ഫേക്ക് ആണ്. അപ്പൊ നിങ്ങൾ ഫേക്ക് ആയിട്ടാണോ അവിടെ കളിച്ചുകൊണ്ടിരുന്നത്? ഒരിക്കലും നമ്മൾ പറയത്തില്ല നിങ്ങൾ ഫേക്ക് ആയിട്ടാണ് കളിച്ചത്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഫേക്ക് ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റും, കൂടി വന്ന ഒരാഴ്ച പോട്ടെ. ഇപ്പൊ ശൈത്യം ഒരു 5 ആഴ്ചയുടെ മേളിൽ 5 ആഴ്ചയോളം നിന്നു. എന്തായാലും ഒരു 2 ആഴ്ച കൂടുതലൊന്നും ഒരാൾക്ക് ഫേക്കായിട്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല. ഒറിജിനൽ ക്യാരക്ടറൊക്കെ വെളിയിൽ വന്നു, അതൊക്കെ ജനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. പിന്നെയും വന്നിരുന്ന സ്വന്തമായിട്ട് തന്നെ വെളുപ്പിക്കുകയാണ്. അപ്പാനിക്ക് പിന്നെ ഇതൊരു ശീലമാണ് സ്വന്തമായിട്ട് വെളുപ്പിക്കുന്നത്. അത് ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ കണ്ടതാണ്, സ്വന്തമായിട്ടിരുന്ന് വെളുപ്പിക്കുന്നത്. അല്ല, എനിക്ക് ഇനി എന്തായാലും അപ്പാന് ശരത്തായിട്ട് സംസാരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇത്ര നാളല്ലായിരുന്നു അല്ലായിരുന്നു, ഞാൻ ശരത്തായിട്ടാണ് നിന്ന് ഇത്ര നാൾ. സിനാൻ കട്ട്സ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ വന്ന ട്രോളാണ്. ആ ആങ്കർ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ വരുന്ന അപ്പാനി പറയുന്നത്, ഞാൻ ഇത്രയും നാൾ ശരത്തായിട്ട് നിന്നത്, ഞാൻ ഇനി അപ്പാനി ശരത്തായിട്ട് സംസാരിക്കാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതെല്ലാം ഇവരെല്ലാം പറഞ്ഞ ഡബിൾ ക്യാരക്ടർ ഉണ്ട്, ഞങ്ങൾക്കെല്ലാം ഡബിൾ ക്യാരക്ടർ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ദിവസം ജനങ്ങളെ എല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നമ്മളെല്ലാരും കണ്ടതാണ് അപ്പാനി എന്തോ ആണെന്നും ശരത്ത് എന്തോ ആണെന്നും അപ്പാനി ശരത്ത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ
ഈ 24/7 കാണുകയും എപ്പിസോഡ് കാണുകയും ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെയും പിന്നെയും വന്ന് പിന്നെയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെയും ഇവർ രണ്ടുപേരും ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇതിനെ വിലയിരുത്തുന്നവരുടെ ഇടയിൽ, ഇതിനെ നിഷ്പക്ഷമായി വിലയിരുത്തുന്നവരുടെ ഇടയിൽ താഴോട്ട് താന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന രണ്ടുപേർ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഇതിലും നല്ലപോലൊക്കെ സരികയൊക്കെ വന്ന് സംസാരിച്ചായിരുന്നു. സരികയും ചാരികയും എല്ലാം നല്ല അവരവരുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക വരെ ചെയ്തു. എന്തുകൊണ്ടായിരിക്കും എവിക്റ്റ് ആയത്? എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല ഞാൻ ഒരിക്കലും എവിക്റ്റ് ആയിട്ട്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ നമ്പർ ഓഫ് ആൾക്കാർ കൂടിയപ്പോൾ എൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റായി പോയി കാണാം. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അത് തന്നെ, നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. ഒരു സിനിമയുടെ ഭാഗമാണെങ്കിലും ട്രോളാണല്ലോ, അപ്പൊ അവിടെ കാണിക്കുന്നുണ്ട്. അതാണ് സത്യം. കൂടുതൽ അപ്പാനി ചേർത്ത് അവിടെ വിശദീകരിച്ച് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ കാണുമ്പോൾ അറിയാം. ആ ഇന്റർവ്യൂവില് അപ്പാനി ചേർത്ത് വിശദീകരിച്ച് തന്നെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ മെഴുകി താഴോട്ട് തന്നെ പിന്നെയും പൊയ്ക്കോ, താഴോട്ട് തന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നുള്ളത് പിന്നെയും റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് എന്താണ്, ഞാൻ അപ്പാനി ശരത്തായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്, നേരത്തെ അകത്ത് ഞാൻ ശരത്തായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തുവാണ് ഇത്, രണ്ടുപോലൊക്കെ ഭയങ്കര വ്യത്യാസമൊക്കെ ഉള്ള പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. എല്ലാം സിനിമ ഡയലോഗ് പോലെയൊക്കെയാണ്. ഞാൻ 25ഓളം സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണെന്ന് പറഞ്ഞ ഇതുപോലെ തന്നെ ഹുങ്ക് പറയുന്ന ആള്, ഞാൻ പറയല്ലോ എന്തുവാ, സ്വയമേ പൊക്കി പറയുന്ന ആൾ. ആ ഒരു അവസ്ഥ കാരണമാണ് ഇപ്പൊ വെളിയിൽ വന്ന് ഇരുന്ന് ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂ കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പൊ ക്യാമറകൾ നോക്കിയിട്ട് ഞാൻ ക്യാമറ മുമ്പിൽ അഭിനയിച്ച് വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് നല്ലോണം അറിയാം ഒരു ക്യാമറയിൽ നിന്നിട്ട് എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് എനിക്ക് വൃത്തിയായിട്ട് അറിയാം. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? ഞാനായിട്ട് തന്നെ നിന്നിട്ടുള്ളൂ. ഒരു പക്ഷേ ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ പെർഫോമൻസ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഈ 35ാമത്തെ ദിവസത്തിൽ ഇവിടെ ഇറങ്ങില്ല, പോരില്ല. 72 ക്യാമറയുടെ മുന്നിൽ പെർഫോമൻസ് കൊടുത്തുകൊണ്ടാണ് അപ്പാനി ഇപ്പൊ വെളിയിലിരിക്കുന്നത്. ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴെങ്ങും പുറത്തു പോകില്ല എന്നുള്ളത് സമ്മതിച്ചു കേട്ടോ. ഇങ്ങനെയൊക്കെ വന്നിരുന്ന് മെഴുകാൻ പറ്റുന്നതേ. 72 ക്യാമറ പിടിച്ചെടുത്തു. ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ഇവർ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ റിയൽ ക്യാരക്ടർ 72 ക്യാമറ അവിടെ ഇരിപ്പുണ്ട്. എങ്ങനെയാണ് റിയൽ ക്യാരക്ടർ വെളി വരും? ഈ പറയുന്ന ഒരാഴ്ച ഇവരെയൊക്കെ സംബന്ധിച്ച് നമുക്ക് പോട്ടെ, 2 ആഴ്ച എടുത്തോ, 2 ആഴ്ച ആയിട്ടാലും നിങ്ങളെയൊക്കെ യഥാർത്ഥ ക്യാരക്ടറാണ് വെളി വന്നത്. എന്നിട്ട് പിന്നെ ഇവിടെ പറയുന്നത് എനിക്ക് അഭിനയിക്കാറില്ല, ഞാൻ അഭിനയിക്കുന്നത് പോലൊക്കെ അവിടെ നിന്നിട്ട് ഞാൻ നിന്ന് പോയെന്ന്. ഒരിക്കലും പറ്റത്തില്ല, ഒരാൾക്കും അങ്ങനെ അഭിനയിക്കാൻ പറ്റത്തില്ല. ബിഗ് ബോസിൽ പോയിട്ടുള്ളവരോട് ചോദിച്ചാൽ തന്നെ അറിയാം അവിടെയുള്ള അവസ്ഥ. നമ്മളൊക്കെ ആ പ്ലാൻ ചെയ്തൊക്കെ അകത്തോട്ടൊക്കെ പോകും, ശരിയാണ്, ആ പ്ലാനിങ് ഒക്കെ നടക്കും. കൂടി വന്ന ഒരാഴ്ച, അതിൽ കൂടുതലൊന്നും ഈ പ്ലാനിങ് ഒന്നും നടക്കത്തില്ല. തന്നെ റിവീലാവും തനി സ്വഭാവം. ഞാൻ ഒരാളിൽ മാത്രം ഒതുങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവളുടെ അടുത്തുനിന്ന് ഞാൻ മാറിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അനുവിനാണ് ആരെങ്കിലൊക്കെ വേണ്ടത്. ഇപ്പൊ ആരില്ലാണ്ടായപ്പോഴാണ് ആ ചാത്തൻ പാവ എടുത്തുകൊണ്ട് നടക്കുന്നത്. അനുവിനാണ് അവിടെ ആരെങ്കിലും ഒക്കെ വേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ടാണ് പ്ലാച്ചി എടുത്തുകൊണ്ട് നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമേ വന്ന സമയത്ത് തന്നെ അനുമോൾ എല്ലാവരുമായിട്ട് കമ്പനിയാകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ അനുമോളെ മാറ്റി നിർത്തി ചില പ്രശ്നങ്ങളുടെ മേളിൽ. അതിനുശേഷം അനുമോൾ ഒറ്റയ്ക്കായിരുന്നു. അതുവരെ അവൾ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അനീഷായിരുന്നു. ഇപ്പോഴും അനീഷ് ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അനുമോളെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് അനുമോൾ അവിടെ ഒറ്റയ്ക്കായി പോയത്. അല്ല, ഇവരെല്ലാം കൂടി തന്നെയാണ് ആ ഒറ്റപ്പെടുത്തിയതും. ഇവർ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഒറ്റപ്പെടുത്തി. എന്നിട്ട് പറയുന്നത് അനുമോള് ആരോടും സംസാരിക്കാറില്ല, അനുമോളോടും ആരും സംസാരിക്കാറില്ല, അനുമോൾ അത്രയും ഫേക്ക് ക്യാരക്ടറാണ്, ആരുമില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ പ്ലാച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴൊന്ന് ശ്രദ്ധിച്ചേ, ഇപ്പോഴത്തെ ലൈവിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്ന അനുമോളോട് പോയി പലരും സംസാരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനുമോൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ അപ്പാനി അക്ബറും ചേർന്നുള്ള പ്രശ്നം എന്താണ്, ഇവരാണ് അവിടെ വിഷം കുത്തി വെച്ചുകൊണ്ടിരുന്നത്. ഓരോരുത്തരോടും പോയിട്ട് അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത്, അല്ലെങ്കിൽ അനുമോളോട് സംസാരിക്കരുത്, അനുമോൾ പറയുന്നതിൽ എന്തിലും എതിർത്ത്, എല്ലാ കാര്യങ്ങളിലും എതിർത്ത് സംസാരിക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇവരാണ്. ഇപ്പം ഈ അപ്പാനി ആ ഗ്രൂപ്പിൽ നിന്ന് ഒന്ന് ഔട്ടായി വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ തന്നെ നോർമലായിട്ട് തന്നെ അനുമോളോട് സംസാരിക്കുന്നുണ്ട്, അനുമോളും സംസാരിക്കുന്നുണ്ട്. പിന്നെ പ്ലാച്ചി എന്ന് പറഞ്ഞ പാവ, അത് അതിന് ഇഷ്ടപ്പെട്ട ഒരു പാവയാണ്. അതിനെ ഒരു കൂടോത്രം എന്നുള്ള രീതിയിലൊക്കെ കാണിച്ച് അപ്പാനി ചേർത്തിനെ ഒന്ന് പേടിപ്പിച്ച് ലെവലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, അപ്പാനിക്ക് ഇതിനകത്തൊക്കെ ഭയങ്കര വിശ്വാസമാണ് ഈ കൂടോത്രത്തിലൊക്കെ. അത് നമുക്ക് കണ്ടതാണ് നമ്മള്. അപ്പം അപ്പാനി ഇപ്പോഴും ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇനി ആ പ്ലാച്ചി എങ്ങാനും എന്റെ കൈ തന്നുകൊണ്ടാണോ ഞാൻ ഔട്ടായത് എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ ഒരു മന്ത്രം ചെയ്യുന്ന രീതിയിലൊക്കെ ഷൂ എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഈ പറയുന്ന അനുമോള്. അപ്പം അതൊക്കെ ഇനി വേണമെങ്കിൽ ആലോചിക്കും, ഇനി ആ പാവയ്ക്കകത്ത് മന്ത്രം ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ. ചില കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഇപ്പൊ പ്ലാച്ചോടൊന്നും പോയി സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇവരെയൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട്, ഇവരെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നൈസ്. എല്ലാരും പറയുന്നത് എന്താ, ഇതൊരു കൂടോത്ര പാവയാണെന്നാണ്. അപ്പൊ അവരെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഈ പാവയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന പോലെ അവിടെ അനുമോള് കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ മനോവീര്യം കെടുത്തുകയാണ്. അതാണ് ഒരു മൈൻഡ് ഗെയിം എന്ന് പറയുന്നത്.
ഇനിയിപ്പോ അനുമോൾ അത് മൈൻഡ് ഗെയിം ഉദ്ദേശിച്ചാണോ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഇവർക്കെല്ലാം ഒരു പേടിയുണ്ട്, അവിടെ ഉള്ളവർക്കെല്ലാം ഒരു പേടി അവരുടെ മനസ്സിൽ ഈ പാവയെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം, വലിയൊരു ഗെയിം തന്നെയാണത്. ശൈത്യയും മനുവും ഭയങ്കര കമ്പനിയായിരുന്നു തുടക്കത്തിൽ. അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ജിസേലിന്റെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ലാലേട്ടന്റെ എപ്പിസോഡ് വന്നപ്പോഴത്തേക്കും ശൈത്യ പറഞ്ഞു, അയ്യോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വീക്ക് പോകും എന്ന് ഞാൻ വിചാരിച്ചില്ല. ബിക്കോസ് ഞാൻ നന്നായിട്ട് പ്ലേ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ്. ശൈത്യം മോശമായിട്ട് കളിച്ചു എന്ന് ഞാൻ പറയില്ല, പക്ഷെ ബാക്കിയുള്ളവർ കുറച്ചുകൂടെ നന്നായി കളിച്ചു എന്ന് പറയേണ്ടി വരും. കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ജിസേലിന്റെ കുറ്റം ഈ പറയുന്ന പോലെ അനുമോളും ഈ പറഞ്ഞ ശൈത്യം കൂടി ഒരുമിച്ചിരുന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അവിടെ ഇരുന്ന ഡ്രസ്സ്, ജിസേൽ അവിടെ ഇരുന്ന ഡ്രസ്സിനെ കുറിച്ച് പറയുന്നത്, മേക്കപ്പിനെ കുറിച്ച് പറയുന്നത്, ആണുങ്ങൾ പുറകെ നടക്കുന്നത്, ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് ഈ ശൈത്യയാണ്. ഈ ശൈത്യ പറഞ്ഞ ബലത്തിലാണ് അവിടെ അനുമോൾ എന്ത് ചെയ്തത്, അനുമോള് ഈ ആണുങ്ങളെല്ലാം മൊണ്ണകളാണെന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ചത്. പക്ഷെ ഇതെല്ലാം ഈ അനുമോൾക്ക് സ്ക്രൂ വെച്ച് കൊടുത്തത് ആരാണ്? ഈ ശൈത്യയായിരുന്നു. പക്ഷെ അതിനകത്ത് തന്നെ ആങ്കർ ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ വരുമ്പം പെട്ടെന്ന് നിങ്ങൾ കാല് മാറുമല്ലോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ മുഖമൊക്കെ ഒന്ന് വാടുന്നുണ്ട്. അപ്പാനി ചേർത്ത് നോക്കി ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പാനിക്ക് അത് കത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയായ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് വന്ന് ലാലേട്ടൻ ചോദിച്ചു കഴിയുമ്പം നൈസായിട്ട് അനുമോളെയാണ് എടുത്ത് കുടയുന്നതെങ്കിൽ നൈസായിട്ട് അപ്പുറത്ത് ചായ്വ് കാണിച്ച് ഈ പറയുന്ന അനുമോളെ കുറ്റപ്പെടുത്തുമായിരുന്നു. അതാണ് ഈ കട്ടപ്പ എന്ന് പറയുന്നത്. സ്റ്റാൻഡില്ല, സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡില്ല. ആ ഒഴുക്ക് എങ്ങോട്ടാണോ ആ ഒഴുക്കിന് അനുകൂലമായിട്ട് അങ്ങ് നീന്തി പോവുക. അതുപോലെ ഇതിനകത്ത് ആങ്കർ മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്. നവീൻ റീ എൻട്രി ചെയ്തതിനെ കുറിച്ച് അപ്പാനിയോട് ചോദിക്കുന്നുണ്ട്. നമ്മളെല്ലാരും കണ്ടതാണ്. ആ നവീൻ അവിടുന്ന് പോയതിനു ശേഷം അപ്പാനി അവിടെ കാണിച്ച ഷോ, അനുമോളെ അത്ര മാത്രം അപ്പാനി അവിടെ ഹരാസ് ചെയ്തു. അനുമോള് കാരണമാണ് പോയതെന്ന്. പക്ഷെ നമുക്കെല്ലാം അറിയാം അത് ആദില നൂറയുടെ വിഷയത്തിലാണ് അവിടെ നിന്ന് പോയത്. നൂറയാണ് അതിന് ശരിക്കും അവർ മൈൻഡ് ഗെയിം കളിച്ചത്. നീ പോണെങ്കിൽ പോണം, പറഞ്ഞ വാക്ക് പാലിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചത്. നിവിൻ അതിനുശേഷം വന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഈ പറയുന്ന അപ്പാനി ലിവിംഗ് റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ നീ നിന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം, വെളിയിൽ പോകും എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് ബൂസ്റ്റ് ചെയ്തത് ഈ അപ്പാനിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. നെവിൻ തന്നെ പറഞ്ഞു, ഈ ഡബിൾ സ്റ്റാൻഡ് എടുത്ത് കാണിച്ചായിരുന്നു ഈ അപ്പാനിയുടെ. അതിനുശേഷം ഇപ്പൊ ആങ്കർ ചോദിക്കുമ്പോൾ തന്നെ നെവിൻ പുറത്തു പോയിട്ട് വന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയൊരു ആ വഴി അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. ഇത്രയും ചെയ്തു വെച്ച അപ്പാനി അവിടെ കാണിച്ച ഒരു ആക്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ പറയുന്ന അപ്പാനിയാണ് പറഞ്ഞത്, എനിക്ക് അഭിനയിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇനിയും കുറച്ച് ദിവസം കൂടെ അവിടെ പിടിച്ചു നിന്നേനെ എന്നുള്ളത്. നെവിൻ ഒരു റീ എൻട്രി ചെയ്തു. എന്താ അതിനെ പറ്റി? ആ സമയത്ത് പോയാൽ മതിയായിരുന്നു. ഫ്ലാഷ് ബാക്ക്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിലൊരു പോക്കേ. അക്ബറിനെ പറ്റി എന്താ അഭിപ്രായം? എന്റെ അക്ബർ ഭയങ്കര കണ്ണിങ് ആണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. അക്ബറിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന അക്ബർ ഭയങ്കര കണ്ണിങ് ആണ് എന്നുള്ളത് ഇതെല്ലാം വെളി വന്നിട്ടാ മനസ്സിലാവുന്നത്. അക്ബർ കണ്ണിങ് ആണ്. ഞാൻ എന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അപ്പാനിയും അക്ബറും കൂടെ കളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും നല്ല കണ്ണിങ് പ്ലെയർ അക്ബർ ആണെന്നുള്ളത്. അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അപ്പാനി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അക്ബറിനോട് വന്നിട്ട്, ഞാൻ ഇവിടുത്തെ നല്ല പ്ലെയർ, ഞാൻ നല്ല കളിക്കുന്നില്ലേ, ഷാനവാസിനേക്കാൾ നല്ല ഒരു ഗെയിമർ ഞാനല്ലേ, നീ എനിക്ക് ഇങ്ങ് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ അക്ബർ അവരോട് പറഞ്ഞിട്ട്, പിന്നെ നീയാണ് ഇവിടുത്തെ ബെസ്റ്റ് പ്ലെയർ, നീ കളിക്കുന്നതാണ് കളി എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന അപ്പാനിയെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പാനി ഇപ്പോഴായിരിക്കും ഇതൊക്കെ ചിന്തിക്കുന്നത്. അപ്പാനിയെ നല്ല ബൂസ്റ്റ് ചെയ്ത് മേളിലോട്ട് കയറ്റുന്നുണ്ടായിരുന്നു. അപ്പാനി അപ്പം എന്ത് പറയുന്നുണ്ട്, അക്ബറിനോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത്ര പെട്ടെന്ന് തന്നെ ആ പറഞ്ഞതിന്റെ അടുത്ത ആഴ്ച തന്നെ വെളിയിൽ പോകുമെന്ന് ഒരിക്കലും ഈ പറഞ്ഞ അപ്പാനി വിചാരിച്ചില്ല. അക്ബർ കണ്ണിങ് പ്ലെയർ ആണ്. അക്ബർ അവിടെ ഗെയിം കളിക്കാൻ വന്നതാണ്. അക്ബർ അപ്പാനിയെ വെച്ച് അവിടെ ഗെയിം കളിച്ചു. അക്ബർ ഒരു ഗെയിമർ ആണല്ലോ. നമ്മളിപ്പോഴും അക്ബർ പല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും, ഒരു വില്ലൻ വേഷമാണ് എന്ന് പറഞ്ഞാലും അക്ബർ അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. നമ്മൾ ഈ ബിഗ് ബോസ് സീസണൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരു നായകനും ഉണ്ടാവും, ഒരു നായികയും ഉണ്ടാവും, ഒരു വില്ലനും ഉണ്ടാവും. ഈ മൂന്ന് പേരെയും ഉറപ്പായിട്ടും ആൾക്കാർ എല്ലാ സീസണിലും ഓർത്തിരിക്കുകയും ചെയ്യും. അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സാധനം അവിടെ അക്ബർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സീസണെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം നമുക്ക് മറക്കാൻ പറ്റാത്ത കുറെ പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ 35-40 ദിവസമേ ആയുള്ളൂ എന്ന് പറഞ്ഞാലും അനീഷ്, ഷാനവാസ്, അനുമോള്, അക്ബർ, നവീൻ, ജിസേല്,
ഈ 6 പേരെ ഒരു കാരണവശാലും ഈ ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കും. എന്താന്ന് വെച്ചാൽ അവിടെ കണ്ടന്റ് തന്നത് ഇവർ ഇത്രയും പേരാണ്. ബാക്കിയുള്ളവരൊക്കെ ഇവരുടെയൊക്കെ ഷാഡോ ആയിട്ട് പോയെന്നുള്ളതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിസേലിന്റെ ഷാഡോ ആയിട്ട് അക്ബർ മാറി എന്ന് പറഞ്ഞാലും അക്ബർ അവിടെ ഒരു വില്ലൻ വേഷം എടുത്തു എന്ന് പറഞ്ഞാലും അക്ബറിനെ ഓർത്തിരിക്കും. അക്ബർ ഒരു പക്കാ വില്ലനായിരുന്നു. പക്കാ വില്ലനാണ്. വില്ലനായിട്ട് തന്നെയാണ് പോകുന്നത്. നായകനായിട്ട് ഒരിക്കലും പോയിട്ടില്ല. വില്ലനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഓർക്കും. അപ്പാനി എന്താണ് ഒരു കോമഡി പീസ് ആയിപ്പോയി. അപ്പാനി അവിടെ എന്താണ്, അക്ബർ വില്ലനായപ്പോൾ ഇവിടെ കോമഡി പീസ് ആയി പോയത് അപ്പാനിയാണ്. എന്തായാലും ഞാനിത് ട്രോളാണ് കേട്ടോ. ഞാൻ ഈ ട്രോൾ വെച്ച് പറഞ്ഞതേ ഉള്ളൂ. ഒരു ട്രോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട്. ആ ഹൈപ്പിൽ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.